നമസ്കാരം. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പോടെ ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. വയനാട് ജില്ലയിൽ കഴിഞ്ഞ ഏറെ നാളുകളായി വന്യമൃഗശല്യം രൂക്ഷമാണ്. വന്യമൃഗ ഭീതിയിൽ കഴിയുന്ന നിസ്സഹായരായ മനുഷ്യരുടെ ദുരിതം നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. അറുതിയില്ലാത്ത മനുഷ്യ വന്യജീവി സംഘർഷത്തിനെതിരെ മേപ്പാടി താഞ്ഞിലോട്ട് സമരം ചെയ്ത നാട്ടുകാർക്കെതിരെ ഇന്ന് പോലീസിന്റെ നടപടിയുണ്ടായി. റോഡ് ഉപരോധിച്ച് ജനകീയ സമിതി പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. മേഖലയിലെ കാട്ടാനശല്യം രൂക്ഷമായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. വന്യമൃഗശല്യത്താൽ ജീവിതം പൊറുതിമുട്ടിയ സാഹചര്യത്തിലാണ് താഞ്ഞിലോട് മേഖലയിൽ പ്രദേശവാസികൾ സമരമുഖത്തേക്ക് ഇറങ്ങിയത്. ഈ സമരത്തിനു നേരെ പോലീസിന്റെ നടപടിയുണ്ടായി. നിരവധി പേർക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റു. 9 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ 7 മണി മുതലായിരുന്നു മേപ്പാടി ചൂരൽമല പാത താഞ്ഞിലോട് വെച്ച് നാട്ടുകാർ ഉപരോധിച്ചത്. റോഡിനു കുറുകെ ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടിയായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ്. കാട്ടാനയുടെ മുന്നിൽപ്പെട്ട് അത്ഭുതകരമായി ആളുകൾ രക്ഷപ്പെട്ട അനുഭവവുമുണ്ട്. വൻ കൃഷിനാശവും ഇവിടെ സംഭവിക്കുന്നു. 3 മണിക്കൂറോളം ഉപരോധം നീണ്ടു. DFO അജിത് കെ രാമൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. ജില്ലാ കളക്ടർ നേരിട്ടെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതിനിടയിലാണ് പോലീസിന്റെ നടപടിയുണ്ടായത്. ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്ത് മേപ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. MLA T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും നടത്തിയ ചർച്ചയിലാണ് അറസ്റ്റ് ചെയ്തവരെ വിട്ടയച്ചത്. പോലീസും ജനങ്ങളും സഹകരിച്ച് ഈ ജീവൽ പ്രശ്നത്തിന്റെ വൈകാരികതയും വിഷമവും മനസ്സിലാക്കിക്കൊണ്ടാണ് സാധാരണഗതിയിൽ പോലീസ് പെരുമാറുള്ളത്. പക്ഷേ ഇന്ന് തികച്ചും വ്യത്യസ്തമായി പോലീസ് ലാത്തി ചാർജിലേക്ക് പോകുന്ന അതീവ ദുഃഖകരവും പ്രതിഷേധാർഹവുമായിട്ടുള്ള നടപടിയുണ്ടായി. അതിനുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തി. ആ മുഴുവൻ ആളുകളെയും ബുദ്ധിമുട്ടില്ലാതെ പോലീസ് പ്രതിഷേധക്കാരുമായിട്ട് സഹകരിച്ച് പോലീസ് ഇപ്പോൾ വിട്ടു നിന്നിട്ടുണ്ട്. സ്ഥലത്തിറങ്ങുന്ന കാട്ടാനയെ തുരത്താൻ നടപടി തുടങ്ങിയെന്ന് DFO അജിത് കെ രാമൻ 24-നോട് പറഞ്ഞു. കൂടുതൽ RRT അംഗങ്ങളെ പ്രദേശത്ത് നിയോഗിച്ചു. ആനയെ ട്രാക്ക് ചെയ്തു. നിലവിൽ ഇവിടെ ഒരു സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് ഒരു 30-അംഗ ടീമിനെ വിന്യസിച്ചു. ഇന്നൊരു 11:30 കൂടി ഈ ആന നിൽക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ പെട്രോളിംഗ് നടത്തുകയും ആനയുടെ ചവിട്ടുകൾ മനസ്സിലാക്കി തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു നിരീക്ഷണം ഇപ്പോൾ നടത്തി വരികയാണ്. കൂടാതെ ഒരു സ്പെഷ്യൽ ടീമിനെ ഇന്നിവിടെ വിന്യസിക്കുന്നതായിരിക്കും ഈ പറയുന്ന നൈറ്റ് പെട്രോളിംഗിന്റെ ഭാഗമായിട്ട്. കഴിഞ്ഞ ദിവസം മേപ്പാടിയിൽ അന്തർ സംസ്ഥാന പാത നാട്ടുകാർ ഉപരോധിച്ചിരുന്നു. മേപ്പാടി മൂപ്പൈനാട് പഞ്ചായത്തുകളുടെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമായി തുടരുന്ന സ്ഥിതിയുണ്ട്. ആനയായും കരടിയായും പുലിയായും മേപ്പാടി മേഖലയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. സജിലിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഉറുതുമുട്ടിയാണ് സമരം ചെയ്തത്. ആ സമരം ചെയ്തവർക്കെതിരെയുള്ള പോലീസ് നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. വയനാട്ടിലെ വന്യമൃഗശല്യത്തിൽ അധികൃതരുടെ നിസ്സംഗത ചർച്ചയാകുമ്പോഴാണ് സമരക്കാർക്കെതിരായ പോലീസ് നടപടി. കാണാം കൂടുതൽ പ്രതികരണങ്ങൾ. ഞങ്ങൾ ആരും ഒരു മോശം പ്രവൃത്തികളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ആവശ്യം പ്രധാനപ്പെട്ട ആരെങ്കിലും വന്നിട്ട് ഈ സമരപരിപാടികൾ അതിന് തീരുമാനം ഉണ്ടാക്കി തരാൻ മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ വളരെ ഒരു ഗുണ്ടായിസം എന്നുള്ള രീതിയിൽ അടിച്ചിട്ട് തലയൊക്കെ മുറിയായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ എന്തായാലും 5 മണി 6 മണിയാവും. ആ സമയത്തൊക്കെയാണ് ആന ഇവിടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒരു മാർഗ്ഗമല്ല. ഞങ്ങൾ റോഡ് ഉപരോധിക്കല്ലാതെ വേറെ മാർഗ്ഗമല്ല. എവിടെയാണ് ആന ഉള്ളതെന്ന് അറിയണില്ല. ഇന്നത്തെ കാലാവസ്ഥ അങ്ങനെ കംപ്ലീറ്റ് കോടം കൂടിയിട്ട് ഇത് ഞങ്ങൾ അധികാരികളെടുത്ത് പറയുന്ന സമയത്ത്, ഉദ്യോഗസ്ഥന്മാരെടുത്ത് പറയുന്ന സമയത്ത് അവർക്കൊരു ക്യാഹമട്ട. ഞങ്ങൾ നിരന്തരമായിട്ട് സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇതിലെന്തെങ്കിലും പ്രതിവിധി കാണുന്നവരെ ഇതൊരു സൂചന പണിമുടക്കല്ല, സമരമല്ല. ഇത് അനിശ്ചിത കാലത്തേക്ക് ഇതൊരു തീരുമാനമാണ് വരെ ഞങ്ങൾ. പുലി, കടുവ,
അതുപോലെ തന്നെ കരടി, ഇതൊക്കെയാണ് ശരിക്കും ഞങ്ങളിപ്പോൾ ഒരു സൂവിൽ താമസിക്കുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പം വലിയ പ്രയാസത്തിലാണുള്ളത്. ഇവിടെ RRT സംഘം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ വന്നത് ഇവിടുത്തെ ലോക്കൽ ഡെയിലി വേജ് വാങ്ങുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഇതിന് തിരയാൻ പോയിട്ടുള്ളത്. RRT സംഘം ട്രെയിൻഡ് ആയ ആൾക്കാർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. വീട്ടിൻ്റെ മുറ്റത്ത് നേരം വിളിച്ച് 6 മണി 7 മണിയായി കഴിഞ്ഞാൽ റോട്ടിലാണ് ആന, വീട്ടുമുറ്റത്താണ് ആന. ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾ കൂടെ ജീവിക്കണ്ടേ? നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സമരത്തിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഈ ഭാഗത്ത് പലരുടെ കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രിയായ വീട്ടിൽ ഉറങ്ങാൻ കഴിയില്ല, വൈകുന്നേരമായ വീട്ടിലേക്ക് എത്താൻ കഴിയില്ല, രാവിലെ നേരത്തെ പോകുന്നവർക്ക് റോട്ടിലിറങ്ങാൻ കഴിയില്ല. നാട്ടിൽ മൊത്തം ആന എന്നല്ല പുലി, കരടി എല്ലാ സാധനവും ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ജനങ്ങൾ കാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇപ്പം അവിടെ കാണുന്നത്. ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇവിടെ മാത്രമല്ല, ഈ പ്രദേശം മുഴുവനുണ്ട്. കുട്ടികൾ ഇവിടെ രാവിലെ മദ്രസക്ക് 6 മണിക്ക് പോകുന്നുണ്ട്. ആ കുട്ടികളുടെ സ്ഥിതിയൊക്കെ എന്താണ്? ഇത് സമര രീതിയിലേക്ക് ഇന്നലെ രാത്രി 11:30ക്കാണ് റോഡ് ഉപരോധിച്ച് സമരം ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നിട്ട് നമ്മളൊരു വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഇത്രയും ആളുകൾ വന്ന് പ്രതികരിച്ചത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റും വരും, ഇതിന് തീരുമാനം ഉണ്ടാക്കും, അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാക്കാതെ പോലെ കുറേ ആൾക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഞാൻ ആംബുലൻസ് ഡ്രൈവർ കൂടിയാണ്. നമ്മൾ വിളിച്ച ആ സമയത്ത് നമ്മൾ പോകണം. അതുകൊണ്ട് രാത്രി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. വളരെ എന്താ പറയുക, പക്ഷേ പോലീസുകാർ വളരെ അക്രമാസക്തമായിട്ടാണ് ഇന്നിവിടെ പെരുമാറി. വളരെ സമാധാനപരമായിട്ടാണ് നമ്മളിവിടെ സമരം ചെയ്തു വന്നത്. പോലീസുകാരാണ് ഇത്രയും പ്രശ്നം ഇത്രയും വഷളാക്കിയത് പോലീസുകാരാണ്. അറസ്റ്റ് കൊണ്ട് അവസാനിക്കുന്നതല്ല ആ നാട്ടുകാരുടെ പ്രശ്നം. വീടിന് പുറത്തിറങ്ങാൻ ഇനിയൊരു അത്യാഹിതം സംഭവിച്ചാൽ ആംബുലൻസ് പോലും പുറത്തിറക്കാനാവില്ല എന്ന് ആ യുവാവ് പറയുന്നു. കാരണം വഴിയിൽ നിറയെ ആനയാണ്. ഏതായാലും ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. വനംവകുപ്പിന്റെ പുതിയ ആധുനിക രീതിയിലുള്ള പരിശോധനയും തെരച്ചിലും നടപടികളും ഒക്കെ ഫലം കാണട്ടെ. ഷാർജയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയുടെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിൽ അനിശ്ചിതത്വം. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷുമായി ചർച്ച നടക്കുന്നു. കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കാനായിരുന്നു നിതീഷിന്റെ തീരുമാനം. അരുൺ പാറാട്ടുണ്ട് ദുബായിൽ നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, വിപഞ്ചികയുടെ അമ്മയുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ അമ്മയുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഒരു ചർച്ച? അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് ചേരുന്നത്. ഷാർജയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ ഒരു വഴിക്ക് നടക്കുകയാണ്. വിപഞ്ചികയുടെ കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കാനായിരുന്നു. അപ്പോൾ ആ സംസ്കാരം മാറ്റിവെച്ചിരിക്കുമെന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരികയാണ്. വിപഞ്ചികയുടെ കുഞ്ഞിന്റെ സംസ്കാരം മാറ്റിവെച്ചു. സംസ്കാരം ഷാർജയിൽ നടത്തിയാൽ പോരാ, കേരളത്തിലേക്ക് മൃതദേഹം കൊണ്ടുവരണമെന്ന് വിപഞ്ചികയുടെ മാതാവ് ശൈലജ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അരുൺ പാറാട്ടുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, അങ്ങനെ വിപഞ്ചികയുടെ മാതാവിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടുകയാണോ? ഗൗമുൽ, ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള അനിശ്ചിതത്വങ്ങൾ തുടരുകയായിരുന്നു. അതായത് പിതാവിന് ഈ ഒരു മൃതദേഹം സംസ്കരിക്കാനുള്ള അനുമതി UAE സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, അതായത് ഇവിടുത്തെ നിയമം അനുസരിച്ച് ലഭിച്ചു. അതനുസരിച്ച് ഇവർ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് വിപഞ്ചികയുടെ അമ്മ ഇന്ത്യൻ കോൺസുലേറ്റിനെ ഇടപെട്ടത്. ഇവിടെയുള്ള അഭിഭാഷകർ അജി കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള അഭിഭാഷകരുടെ നേതൃത്വത്തിലാണ് ഈ രീതിയിൽ കോൺസുലേറ്റിനെ ഇടപെട്ടത്. തുടർന്ന് കോൺസുൽ ജനറൽ അടിയന്തരമായി തന്നെ വിഷയത്തിൽ ഇടപെടുകയും ഭർത്താവിനെ കോൺസുലേറ്റിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തുകയുമായിരുന്നു. ഈ ഒരു ചർച്ചയെ തുടർന്നാണ് ഇപ്പോൾ സംസ്കാരം മാറ്റിവെക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ തിരികെ മോർച്ചറിയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് സംസ്കാരം ഉണ്ടാക്കില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ കോൺസുലേറ്റ് ഈ വിഷയത്തിൽ കൃത്യമായി തീരുമാനമെടുക്കും. ഒന്നുകിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി നൽകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. അരുൺ, മുമ്പ് വിപഞ്ചികയുടെ അമ്മ ശൈലജ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്ന ആ ഘട്ടത്തിൽ അമ്മ 2 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അമ്മയുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് അമ്മ പറയുന്ന ഏക ആവശ്യം കുഞ്ഞിന്റെ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകണം എന്ന ഒരു ആവശ്യം മാത്രമാണ് അമ്മയ്ക്കുള്ളത്. അതായത് ജനിച്ച സ്ഥലത്ത് തന്നെ കുഞ്ഞിനെ സംസ്കരിക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് അമ്മ ആവശ്യപ്പെടുന്നത്. ഇതിപ്പോൾ ഭർത്താവിന്റെ വീട്ടിലായാലും വിപഞ്ചികയുടെ വീട്ടിലായാലും അവർക്ക് സമ്മതമാണ് എന്നും അവർ അറിയിക്കുന്നുണ്ട്. അതായത് സ്വന്തം വീട്ടിൽ തന്നെ ഈ ഒരു സംസ്കാരം വേണം, തങ്ങൾക്ക് ഈ കുഞ്ഞിന്റെ മൃതദേഹം വിട്ടുകിട്ടണമെന്ന ഒരു പിടിവാശി തങ്ങൾക്കില്ല. പക്ഷേ കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ സംസ്കരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ അങ്ങനെ അത് അനുവദിച്ചു കൊടുക്കരുത് എന്നാണ് അവർ പറയുന്നത്. കുഞ്ഞിന്റെ മൃതദേഹം എങ്ങനെയെങ്കിലും ജനിച്ച സ്ഥലത്തേക്ക് തന്നെ എത്തിക്കുകയും അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കേരളത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്നതാണ് അമ്മ പ്രധാനമായും ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടാണ് അമ്മ കോൺസുലേറ്റിലേക്ക് പോയത്. കോൺസുൽ ജനറലിന്റെ അടക്കമുള്ള ആളുകൾ ഈ ഒരു വിഷയം വലിയ തോതിൽ തന്നെ
അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ കോൺസുൽ ജനറലുടെ ചർച്ചയെ തുടർന്ന് സംസ്കരിക്കുന്നില്ല എന്ന്, ഇന്ന് സംസ്കരിക്കാൻ സാധിക്കില്ല എന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അരുൺ, ഒരു കാര്യം കൂടി, അമ്മ ഷാർജ പോലീസിലും പരാതി നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് കൈമാറുകയാണ്. അമ്മ അവിടെ അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ ഷാർജ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഇനി എന്തെങ്കിലും ഇടപെടലിനുള്ള സാധ്യതയുണ്ടോ? അതായത് അമ്മ വക്കീലിന്റെ സഹായത്തോടു കൂടി ഇന്നിപ്പോ പബ്ലിക് പ്രോസിക്യൂട്ടറെ കണ്ട് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ ഷാർജ പോലീസിൽ നേരിട്ട് തെളിവുകൾ നൽകും, ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ നൽകും. ഇവിടെ തന്നെ കേസ് കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് മാറുമെന്ന് തന്നെയാണ് അമ്മ ഇന്നിപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വലിയ മുൻഗണന അവർ നൽകിയിരുന്നത് ഇന്നിപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ സംസ്കരിക്കാതെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യത്തിനായിരുന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ അമ്മ ശൈലജയ്ക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. ഇനി എന്തായാലും നാളെ ഷാർജ പോലീസിൽ ഈ തെളിവുകൾ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് അമ്മ കടക്കും. അരുൺ, സ്വാഭാവികമായിട്ടും ഇനി തുടർ നിയമ നടപടികൾ അവിടെ തന്നെ ആരംഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മയുടെ പരാതിയിലൊക്കെ നിയമ നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ സംസ്കാരം അല്ലെങ്കിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആവശ്യമൊക്കെ അതൊക്കെ വൈകാൻ ഇടയില്ലേ ആ നിയമ നടപടികൾ? ഈ നിയമ നടപടിയിലേക്ക് പോയാലും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് പ്രത്യേക തടസ്സമുണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ നിയമ വിദഗ്ധരുമായി അടക്കം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ മൃതദേഹം ഉടൻ തന്നെ വിട്ടുകിട്ടും. അത് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കും. കുഞ്ഞിന്റെ മൃതദേഹം ഭർത്താവ് നിതീഷ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ സംസ്കരിക്കുന്നതും നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ തടസ്സമുണ്ടായത്. ആ ഒരു വിഷയം ഇപ്പോൾ എന്തായാലും നീങ്ങിയിരിക്കുന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺസുലേറ്റ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ രണ്ടുപേരുടെയും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇവിടെയുള്ള നിയമ വിദഗ്ധരും നമ്മളോട് പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാരാന്ത്യത്തോടു കൂടി തന്നെ ഈ വിഷയത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എംബാമിംഗ് നടപടികൾ അടക്കം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചേക്കും. പക്ഷേ ഭർത്താവിനെതിരെയുള്ള നിയമ നടപടികൾ ഇവിടെ പോലീസിൽ പരാതി നൽകുകയും ആ വിഷയം മറ്റൊരു രീതിയിൽ തന്നെ ഇവിടെ തുടരുകയും ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഗൂഗിൾ അരുൺ, തുടരുക. അല്പം മുമ്പ് വിഭജികയുടെ അമ്മ ശൈലജയുടെ ഒരു പ്രതികരണം വന്നിരുന്നു. ആ പ്രതികരണം നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കണം. ഞാൻ ഈ ഒരു പ്രതീക്ഷയോടാണ് ഞാനിവിടെ വന്നത്. അമ്മയും കൊച്ചിനെയും കൊണ്ടുപോകാം. ഇവിടെ സംസ്കരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ നാട്ടിൽ സംസ്കരിക്കുന്നത്. ഒന്നേ അവൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ. ഇത് രണ്ടിലും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അല്ലാതെ ഇവിടെ സംസ്കരിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല. അതല്ല, ഇനി അവന് രണ്ടിടത്ത് സംസ്കരിക്കണമെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ വേണമെന്നുള്ളതേ ഉള്ളൂ. ഇതാണ് വിഭജികയുടെ അമ്മ ആവശ്യപ്പെട്ടത്. ആ ആവശ്യമാണ് ഇപ്പോൾ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായത്. കുഞ്ഞിന്റെ സംസ്കാരം ഇന്നെന്തായാലും നടത്തില്ല. അത് അമ്മ അതിൽ തടസ്സം അറിയിച്ചിരുന്നു. ആ കാര്യം വിഭജികയുടെ മാതാവിന്റെ തടസ്സം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺസുലേറ്റ് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയിരിക്കുന്നത്. അരുൺ പാറാട്ട് തുടരുന്നുണ്ട്. അരുൺ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വിവാഹത്തിന് ശേഷം ഈ ആരോപിക്കുന്ന സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അതിൽ ചിലത് നാട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷാർജയിൽ വെച്ച് സംഭവിച്ചു എന്നതാണ് ആരോപിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ തുടർ നടപടികൾ ഷാർജ പോലീസിൽ പരാതി കൊടുത്ത് അവിടെ തന്നെ അന്വേഷണവും തുടർ നടപടികളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത നിയമവിദഗ്ധരുമായി ലഭിക്കുന്ന അതിലുള്ള ഉപദേശം എങ്ങനെയാണ്? എന്തായാലും ഇപ്പോൾ ഷാർജ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിഭജികയുടെ അമ്മയ്ക്കും കുടുംബത്തിന് നൽകാൻ സാധിക്കുന്ന സാധ്യമായ എല്ലാ തെളിവുകളും, അതുപോലെ വോയിസ് ക്ലിപ്പുകളായാലും വീഡിയോ ക്ലിപ്പുകളായാലും അവരുടെ കൈവശമുള്ള എല്ലാ ക്ലിപ്പുകളും ഉടൻ തന്നെ ഷാർജ പോലീസിന് നൽകുകയും അന്വേഷണവുമായി പൂർണ്ണതോതിൽ സഹകരിക്കുകയും ചെയ്യുമെന്ന് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് അഡ്വക്കേറ്റ്, അതായത് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന നിയമവിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടക്കുന്നുവെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിൽ മാത്രമാണ് ഇതിൽ ഏത് രീതിയിലായിരിക്കും ഇവിടെ നിയമ നടപടികൾ മുന്നോട്ട് പോവുക. ഇനി കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് നിതീഷിന് കേന്ദ്ര തലത്തിൽ ഇടപെടലുകൾ നടത്തി നാട്ടിലേക്ക് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ അടക്കം ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഗൂഗിൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഷാർജ പോലീസിൽ ഈ തെളിവുകളെല്ലാം കൈമാറുമെന്ന് ഇനിയിപ്പോൾ അമ്മ അറിയിച്ചിട്ടുണ്ട്. ശരി, ഏതായാലും വിഭജികയുടെ മാതാവിന്റെ ആ തടസ്സം അല്ലെങ്കിൽ അവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കോൺസുലേറ്റ് വിഭജികയുടെ കുഞ്ഞിന്റെ സംസ്കാരം ഇന്ന് നടത്താനാവില്ല എന്ന ആ നിലപാട് അതിനെ പരിഗണിക്കുന്നു. ഏതായാലും ഇന്ന് നിശ്ചയിച്ചിരുന്ന കുഞ്ഞിന്റെ സംസ്കാരം അത് ഭർത്താവിന്റെ തീരുമാനമായിരുന്നു, നിതീഷിന്റെ തീരുമാനമായിരുന്നു. എന്തായാലും സംസ്കാരം മാറ്റിവെച്ചിരിക്കുന്നു. ഇനി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനാകുമോ, അമ്മയുടെ ആഗ്രഹപ്രകാരം വിഭജികയുടെയും കുഞ്ഞിന്റെയും സംസ്കാരം നാട്ടിൽ നടത്താനാവുമോ എന്നതാണ് അറിയേണ്ടത്. ഇനി കാണാം കൂരായണം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോടാണ് നിങ്ങൾക്ക് പൂജ ചെയ്യാനറിയോ? വെറും പൂജയല്ല, പാദപൂജ. ഇനി അതൊക്കെ മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോണട്ടാ. പുസ്തകത്തിൽ ഇത് പഠിച്ചിട്ടില്ലാച്ചാലും പാദപൂജ മസ്റ്റായിട്ട് പഠിക്കണം. അതാണ് ഇത്ര ഗുരുഭക്തിയുള്ള കുട്ടികളുടെ ക്വാളിഫിക്കേഷൻ.
ഗുരുഭക്തി ഉള്ള ഒരു കുട്ടീനെ എങ്ങനെ ഉണ്ടാക്കാം? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നോ അതിലധികമോ അധ്യാപകർ, കുറച്ച് കുട്ടികൾ, കുറച്ച് പുഷ്പം, കുറച്ച് വെള്ളം, വേണമെങ്കിൽ ഒരു വിളക്കും കൂടി ഇരുന്നോട്ടെ. എന്നിട്ട് കുട്ടീനെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴുകിച്ച് പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ഓൺ ദ സ്പോട്ടിൽ കുട്ടിയുടെ ഉള്ളിൽ ഗുരുഭക്തി പൊട്ടിമുളയ്ക്കുന്നു. അതാണ് തിയറി ട്ടോ. RSSന്റെ നേതൃത്വത്തിൽ സ്കൂൾ നടത്തുന്ന ഭരണാധികാരികൾ പറയുന്നത് കേട്ടു, ഞങ്ങൾ കാല് കഴുകുന്നതിന് എല്ലാ സ്കൂളുകളിലും പ്രൊട്ടക്ഷൻ കൊടുക്കും. അങ്ങനെ എല്ലാ സ്കൂളുകളിലും കാല് കഴുകുന്നതിന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുത്താൽ സ്കൂളൊന്നും നിയമപരമായി നടത്തിക്കൊണ്ട് പോകുന്ന കാര്യം പ്രയാസമായി. നിയമപരമായിട്ട് പ്രവർത്തിക്കേണ്ട, അതാണ് ലക്ഷ്യം. അതായത് ഇവിടുത്തെ ജനാധിപത്യ രീതിയൊക്കെ മാറണം, എന്നിട്ട് ഇവിടെ രാജഭരണം വരണം. പിന്നെ ഇവിടുത്തെ സ്കൂൾ സിസ്റ്റം ഒക്കെ എടുത്തു മാറ്റിയിട്ട് ഇവിടെ ഗുരുകുല സമ്പ്രദായം കൊണ്ടുവരണം. അങ്ങനെ പിന്നോട്ട് സഞ്ചരിക്കുമ്പോ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് ഭാരതത്തിന്റെ പൾസർ എന്ന ജീമാരുടെ മനസ്സ് വേണം, എന്നാലേ മനസ്സിലാവുള്ളൂ. സില്ലി പീപ്പിൾസ്. യഥാർത്ഥത്തിൽ പാദപൂജയും ഗുരുഭക്തിയും രണ്ടും രണ്ടാണ്. ഒരു ഗുരുവിനോട് ആദരവ് പ്രകടിപ്പിക്കുന്നത് കാല് കഴുകിച്ചല്ല, മറിച്ച് ഒരു ശിഷ്യന്റെ മനസ്സിൽ നിന്നും അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുന്ന സ്നേഹാദരവുകളാണ് ഒരു ഗുരുവിനോടുള്ള ഭക്തി. അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ മിനിസ്റ്ററെ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് അധ്യാപകരെ മാത്രമല്ല BJPയുടെ നേതാക്കളുടെയും പാദപൂജ നടത്താം. അതെങ്ങനെയുണ്ട്? ആലപ്പുഴയിലെ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിലെ പിള്ളേരെ കൊണ്ട് നമ്മുടെ BJPയുടെ ജില്ലാ സെക്രട്ടറിയുടെ പാദം പൂജിപ്പിച്ചു. അയ്യോ, മാവനോടൊന്നും തോന്നല്ലേ, ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നതാണേ. RSS ഏതോ ഒരു പ്രാകൃത യുഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ രാജ്യത്ത് ഉടനീളം നടത്തുന്നത് കേരളം അതിനോട് എല്ലാ കാലത്തും പ്രതിരോധിച്ചു. പക്ഷേ കേരളത്തിലും ഇപ്പോൾ കടന്നുകൂടുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം തീർച്ചയായും കേരളീയ പൊതുസമൂഹം പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഗുരുഭക്തി ഇല്ലാത്ത കുറെ എണ്ണങ്ങൾ വന്നിരിക്കണു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഗുരുഭക്തി ഇല്ലെങ്കിലും ഗുരുഭക്തി ഉള്ളൊരു ലീഡർ നമുക്ക് ഉണ്ടല്ലോ. ആരാ? നമ്മുടെ ഗവർണർജി തന്നെ. അല്ലാണ്ടാര്? ഗവർണർക്ക് എന്താ ഇതിൽ കാര്യം എന്ന് ചോദിക്കരുത്. ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും തലയിടലാണല്ലോ ഞങ്ങളുടെ ഗവർണർജിയുടെ ഒരു ഹോബി. സർവകലാശാല വിഷയം തൊട്ട് ഇങ്ങോട്ട് കുറെ ഉദാഹരണങ്ങൾ മുന്നിലില്ലേ. Guru Puja is our culture, and in that culture, if we try to forget our culture, we will forget ourselves. We will be nowhere in this world. കൾച്ചർ എന്താണെന്ന് അറിയാത്ത കൾച്ചർലെസ് പീപ്പിളിനോട് കൾച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്തുട്ടാ കാര്യം എന്നാണ് ഗവർണർജി ദാ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ഗുരുക്കന്മാരെയും BJP നേതാക്കളെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കുറെ പുഷ്പവും വെള്ളം കൊണ്ട് പാദപൂജ ചെയ്യണം. അതാണ് ഭാരതത്തെ അറിയാനുള്ള പ്രോട്ടോകോൾ. എല്ലാവർക്കും എല്ലാം മനസ്സിലാവുണ്ടല്ലോ അല്ലേ? We cannot blame our children. If at all we want to blame ourselves. It is our mistake that we cannot give proper sanskar to our children. അത് ബഹുമാനപ്പെട്ട ഗവർണറുടെ ആഗ്രഹം മനസ്സിലിരിക്കുകയുള്ളൂ. ഇവർക്ക് പാദപൂജ നടത്തണം അത്രയ്ക്ക് നിർബന്ധാണിച്ചാല് ഇതൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി ചെയ്യിച്ചൂടെ? ഇതൊക്കെ വിദ്യാലയങ്ങളിലേക്ക് എഴുന്നള്ളിക്കണത് എന്തിനാണോ എന്തോ. ഗവർണർജി അടക്കം പലരും പാദപൂജനെ സപ്പോർട്ട് ചെയ്തിട്ടും ഈ ബ്ലഡി മലയാളി സൈന് സമ്മതിക്കണില്ലെന്നേ. കുട്ടികളുടെ മനസ്സിൽ മതം കുത്തിവെക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളം. SFIയുടെ ബാനറൊക്കെ ഒന്ന് കാണണമായിരുന്നു. പാദപൂജ ചെയ്തല്ല, പാടത്ത് പണിമുടക്ക് നടത്തിയാണ് വിദ്യാഭ്യാസം നേടിയത്ര. കാര്യം ശരിയാണെങ്കിലും അതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ പാടുണ്ടാ? നാലാള് കേട്ട എന്താ വിചാരിക്കുക? ഭാരതീയ സംസ്കാരവും ഗുരുപൂജയൊക്കെ ഇടിഞ്ഞ് താഴെ വീഴില്ലേ? മതാചാരങ്ങൾക്ക് ആരും ഇവിടെ എതിരല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷെ കുട്ടികള് മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെയാണെന്ന് പഠിക്കുന്ന വിദ്യാലയങ്ങളിലേക്ക് ഗുരുപൂജ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ വി ആർ ദി സോറി ട്ടാ, എല്ലാവരും ശക്തമായി തന്നെ എതിർക്കും. ഇങ്ങനെയുള്ള വിഷയം വരുമ്പോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രി എടുക്കണ നിലപാടുണ്ടല്ലോ, അത് പൊളിയാണ്. ഇത് കേരളാണ്, ഇവിടെ ഇങ്ങനെയാണ്. പൊതുജനം കഴുതയില്ല സാർ തുടരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളിങ്ങനെ തിളച്ചു പൊന്തുന്ന വെളിച്ചെണ്ണ വിലയെപ്പറ്റി പറയുകയായിരുന്നു. 1 കിലോ വെളിച്ചെണ്ണയുടെ വില 450 മുകളിൽ എത്തിയിരിക്കുകയാണ്. ഓണത്തിന് മുൻപ് എണ്ണവില 600 കടക്കുമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. വരാനിരിക്കുന്നത് കടുത്ത നാളികേരക്ഷാമമെന്ന് മില്ലുടമകൾ പറയുന്നുണ്ട്. വെളിച്ചെണ്ണ വിൽപ്പന കുറഞ്ഞതോടെ മില്ലുടമകളും പ്രതിസന്ധിയിലാണ്. വെളിച്ചെണ്ണ വില വർധനയിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് മന്ത്രി P. രാജീവിന്റെ പ്രതികരണം. നാളികേരത്തിന്റെ നാട്ടിൽ നാഴി വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പെടാപ്പാടുപെടുകയാണ് മലയാളികൾ. നാളികേരത്തിന്റെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ തിളച്ചുമറിയുകയാണ് സംസ്ഥാനത്തെ വിപണി. വെളിച്ചെണ്ണയുടെയും നാളികേരത്തിന്റെയും വില വർദ്ധിച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ ഓയിൽ മില്ലുടമകളും. വില വർദ്ധിച്ചതോടെ എണ്ണ വിൽപ്പന കുറഞ്ഞുവെന്നാണ് മില്ലുടമകൾ പറയുന്നത്.
പണ്ട് 5-6 കിലോ എണ്ണ വാങ്ങുന്നവർ വരെ അര കിലോയിലേക്കും 1 കിലോയിലേക്കും വരെ വിൽപ്പന കുറച്ചു. എണ്ണ വില വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം നാളികേരത്തിന്റെ ദൗർലഭ്യം തന്നെയാണ്. നാളികേരത്തിന്റെ ഉൽപാദനം കുറഞ്ഞെന്നും കൊപ്ര ലഭിക്കാനില്ലെന്നും ഇവർ പറയുന്നു. ആഗോളതലത്തിൽ വരെ ഈ പ്രശ്നം നിലനിൽക്കുന്നു. സീസൺ മുന്നിൽ കണ്ടുകൊണ്ട് പൂഴ്ത്തിവെപ്പുകൾ നടക്കുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും നാളികേരത്തിന്റെ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുള്ളതും കാരണമായി. വരാനിരിക്കുന്നത് വലിയ പ്രതിസന്ധിയെന്നും ഡിസംബർ വരെ വിലവർധന തുടരാൻ സാധ്യതയുണ്ടെന്നും മില്ലുടമകൾ പറയുന്നു. മിക്കവാറും ഓണത്തിനടുത്തായിരിക്കും സാമ്പിൾ വെടിക്കെട്ട് വരുന്നത്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് നാളികേരം ഇല്ലാത്ത നാളുകളാണ്. അത് വലിയ വെടിക്കെട്ട് നടക്കുന്നത് മിക്കവാറും നവംബർ ഡിസംബർ മാസത്തിലായിരിക്കും. ഈ വെട്ടുന്ന തേങ്ങ കംപ്ലീറ്റ് മാർക്കറ്റിലോട്ട് വരുന്നില്ല. മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പൊളിയും, ഒരുപാട് കുറയും. പക്ഷേ അവിടെ സ്പെക്കുലേറ്റേഴ്സിന്, അതായത് ഊഹക്കച്ചവടക്കാരുണ്ട്. ഈ ഊഹക്കച്ചവടക്കാരെ സംബന്ധിച്ച് അവർ വൻതോതിലാണ്, നമ്മൾ ഊഹിക്കാവുന്നതിനേക്കാളും മേളിലാണ് അവരുടെ കപ്പാസിറ്റിയും അവർ ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. ഇന്റർനാഷണൽ ഷോർട്ടേജ് ഉണ്ട്, അതിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് നമ്മളെയും ബാധിച്ചിരിക്കുന്നത്. ഓണം അടുത്തു വരുന്നത് കൊണ്ട് തന്നെ വിപണിയിൽ ഇടപെടലുണ്ടായില്ലെങ്കിൽ വലിയ വിലക്കയറ്റമായിരിക്കും ഉണ്ടാവുക. അതേസമയം വിലവർധന തടയാൻ സർക്കാർ ഇടപെടുമെന്നും ഓണം എല്ലാവർക്കും വിലക്കയറ്റത്തിന്റെ ആശങ്കയില്ലാതെ ആഘോഷിക്കാനാകുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. നിയന്ത്രിച്ച് ഓണസമയത്ത് എല്ലാവർക്കും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ കഴിയാവുന്ന സാഹചര്യം രൂപപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പൊതുവിതരണ വകുപ്പ് അത് സംബന്ധിച്ച് എങ്ങനെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയുമെന്നുള്ളത് പ്രത്യേകമായിട്ട് തന്നെ അവരാലോചിക്കട്ടെ. വില നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കും. അതിന് ഓണ വിപണിയിൽ എല്ലാ കാര്യങ്ങളും ഓണം നന്നായി ആഘോഷിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ ക്രമീകരണങ്ങൾ ആ വകുപ്പും സർക്കാരും ചെയ്യുന്നതാണ്. നാളികേരത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ സമഗ്ര പദ്ധതികൾ നാളികേര വികസന ബോർഡും ആവിഷ്കരിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെയും നാളികേരത്തിന്റെയും വിലവർധനയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സാധാരണക്കാരും മില്ലുടമകളും. ഉൽപാദനം വർദ്ധിപ്പിക്കുക തന്നെയാണ് ദീർഘകാല പോംവഴി. എങ്കിലും ഓണവിപണിയിൽ ഉണ്ടായേക്കാവുന്ന വിലവർധനയിൽ ഇടപെടുമെന്ന് സർക്കാർ ഉറപ്പുണ്ട്. ആ ഉറപ്പ് തന്നെയാണ് പ്രതീക്ഷയും. VS രാഹുലിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും ഓണവിപണിയിൽ ഈ എണ്ണയുടെ വില കുറയ്ക്കാൻ അല്ലെങ്കിൽ അത് പിടിച്ചു നിർത്താനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് സർക്കാർ നൽകുന്നത്. അത് നടപ്പിലാകട്ടെ. നല്ല സദ്യ വെളിച്ചെണ്ണ ചേർത്ത വിഭവങ്ങളുമായി കഴിക്കാൻ കഴിയട്ടെ. എറണാകുളം പെരുമ്പാവൂരിൽ വേങ്ങൂർ പഞ്ചായത്തിൽ അനധികൃത കരിങ്കൽ ഖനനമെന്ന് പരാതി. 4-ാം വാർഡിൽ ഖനനാനുമതി വാങ്ങിയ ശേഷം 14-ാം വാർഡിലാണ് ക്വാറി പ്രവർത്തിക്കുന്നത്. തനിക്ക് അനുവാദം കിട്ടിയ സർവേ നമ്പറിൽ തന്നെയാണ് ഖനനം നടക്കുന്നതെന്ന് ക്വാറി ഉടമ അവകാശപ്പെടുന്നു. ജനവാസ മേഖലകളിൽ കരിങ്കൽ ഖനനമുണ്ടാകുമ്പോൾ അതിന്റെ പ്രയാസം അനുഭവിക്കുന്നവരുടെ ദുരിതം പറഞ്ഞറിയിക്കുവാനാകുന്നതിലും അപ്പുറമാണ്. പെരുമ്പാവൂർ വേങ്ങൂർ പഞ്ചായത്തിൽ ഇപ്പോൾ 14-ാം വാർഡിലാണ് പാറ ഖനനം നടക്കുന്നത്. എന്നാൽ പ്രദേശവാസികളുടെ ആരോപണം നിയമം ലംഘിച്ചാണ് പാറ ഖനനം എന്നാണ്. രണ്ടു മാസത്തിലധികമായി വേങ്ങൂർ പഞ്ചായത്തിലെ 14-ാം വാർഡ് കൊമ്പനാട് പാറഖനനം തുടങ്ങിയിട്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും മറ്റ് അധികൃതരുടെയും മൗനാനുവാദത്തോടെയാണ് ക്വാറിയുടെ പ്രവർത്തനമെന്നാണ് ആരോപണം. പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മടയുടെ കാര്യം അറിയാൻ സാധിച്ചത്. പ്രാവശ്യം വെച്ച് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് 4-ാം വാർഡിലാണ് ഇതിന് അനുമതി കൊടുത്തിട്ടുള്ളതെന്ന് ഞാൻ പത്രത്തിൽ മറ്റേ അനുമതി പത്രത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്. മാപ്പിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാപ്പിനകത്ത് 14 വാർഡ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിനപ്പുറത്ത് വേറെ സംശയം. ഇവിടെ മാപ്പിലാണ് ഞങ്ങളുടെ ഈ വഴി, അതായത് ഇതിലെ പണി പഞ്ചായത്ത് റോഡാണ്, ഈ റോഡ് പോലും മാച്ച് കളഞ്ഞുകൊണ്ടാണ് അതിന് സാങ്ഷൻ കൊടുത്തത് മനസ്സിലാക്കിയത്. സമീപത്തെ 35-ൽ പരം കുടുംബങ്ങൾ ഒപ്പിട്ട പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടും നടപടി ഉണ്ടായില്ല. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളും ക്വാറിക്ക് സമീപം താമസിക്കുന്നുണ്ട്. പഞ്ചായത്ത് റോഡിൽ നിന്ന് 50 മീറ്റർ മാറി വേണം ക്വാറി എന്നാണ് നിയമം. എന്നാൽ അനുമതിക്കായി സമർപ്പിച്ച മാപ്പിൽ റോഡ് ഉൾപ്പെടുത്തിയിട്ടില്ല. 4-ാം വാർഡിൽ അനുവദിച്ച ക്വാറി 14-ാം വാർഡിലാണ് പ്രവർത്തിക്കുന്നതെന്ന വിവരാവകാശ രേഖയും പുറത്തുവന്നു. ക്വാറിയിൽ നിന്നുള്ള മാലിന്യം സമീപത്തെ ജലസ്രോതസ്സുകൾക്കും ഭീഷണിയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രേഖകളും പ്രദേശവാസികളുടെ കയ്യിലുണ്ട്. എല്ലാ വീടുകളും തന്നെ പൊട്ടുവീണ്ടിരിക്കുകയാണ്. അതേപോലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. നിറച്ച് വണ്ടിയാണ്, റോഡ് മുഴുവൻ വണ്ടിയാണ്. ഇവരെ ഈസിയിൽ പറഞ്ഞതുപോലെ സ്കൂൾ ടൈം പാലിക്കുകയോ അതേപോലെ തന്നെ ഇവരുടെ ബ്ലാസ്റ്റിംഗ് ടൈം പാലിക്കുകയോ ഒന്നും ചെയ്യില്ല. തോന്നുന്ന പോലെ പൊട്ടിക്കുക, തോന്നുന്ന പോലെ വണ്ടി ഓടിക്കുക, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധത്തിലേക്ക് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം.
പുല്ലുവഴി തുരുത്തിയിൽ വീട്ടിൽ ഷിൻഡോ ടി പോളാണ് ക്വാറിയുടെ ലൈസൻസി. സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ച് തനിക്ക് അനുവദിച്ച സർവേ നമ്പറിലാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്നാണ് ഉടമയുടെ വാദം. ഉയർന്ന ആരോപണങ്ങൾ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയാണെന്നും ഷിൻഡോ ടി പോൾ പറയുന്നു. വീടും കിടപ്പാടവും വിൽക്കുവാനോ ഇവിടം വിട്ട് ഒഴിഞ്ഞു പോകാനോ ആവാതെ ലൈഫ് മിഷനിലടക്കം ഉൾപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരാണ് ദുരിതം അനുഭവിക്കുന്നത്. ഇവരുടെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാവേണ്ട അത്യാവശ്യമാണ്. ക്യാമറമാൻ അനന്തു ബി നായർക്കും ലിജുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇതോടെ പൊതുജനം കഴുതയല്ല സാർ പൂർണ്ണമാവുകയാണ്.